2 മാസം മുന്നേ കൃഷിഭവനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള തക്കാളി ചെടികളിലെല്ലാം പഴങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഏകദേശം 10-20ഓളം തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വെക്കുമ്പോഴത്തേക്കും ഏകദേശം പകുതിയോളവും ചീത്തയായി പോവാറാണ് പതിവ്. പക്ഷേ ഇത്തവണ എല്ലാ തൈകളും നല്ല വേരോടെ നല്ല ഉഷാറായിട്ട് അതുപോലെ തന്നെ ഒത്തിരി തക്കാളികൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയില്ലേ, ശീമക്കൊന്നയുടെ ഇലയും അതുപോലെ തന്നെ വീട്ടിൽ ബാലൻസ് വരുന്ന കഞ്ഞിവെള്ളം അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് ഒരു കുപ്പിയിലാക്കി ഒഴിച്ച് വെച്ചിട്ട് അതിനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് തക്കാളികൾ ഒരുപാട് കായ്ഫലം നമുക്ക് തരും. 2 മാസം മുന്നേ കൃഷിഭവനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള തക്കാളി ചെടികളിലെല്ലാം പഴങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഏകദേശം 10-20ഓളം തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വെക്കുമ്പോഴത്തേക്കും ഏകദേശം പകുതിയോളവും ചീത്തയായി പോവാറാണ് പതിവ്. പക്ഷേ ഇത്തവണ എല്ലാ തൈകളും നല്ല വേരോടെ നല്ല ഉഷാറായിട്ട് അതുപോലെ തന്നെ ഒത്തിരി തക്കാളികൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിന്